യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം എൻ്റെ മക്കളെ, എന്ത് സംഭവിച്ചാലും കരക്ക് നിൽക്കുന്നവന് നോക്കണം. നീ വെള്ളത്തിൽ കിടക്കണല്ലോ, നീ വെള്ളത്തിൽ കിടക്കുകയാണ്. പക്ഷെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നീ കരക്ക് നിൽക്കുന്നവന് നോക്കണം. 10 പേരും നോക്കിയില്ല. അന്ന് മത്യാസം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. പിന്നീടല്ലേ യുവദാസിന് പകരം മത്യാസിനെ കുറിയിട്ടെടുക്കുന്നത്. അപ്പോൾ 10 പേരും അന്ധന്മാരായിരിക്കുകയാണ്, ഒരുത്തൻ മാത്രമാണ് നോക്കിയത്. നോക്കിയവണ്ണം അവൻ ഇരുന്നില്ല, മറ്റുള്ളവരോട് പറഞ്ഞു. ദാറ്റ് ഈസ് ലോഡ് എന്ന് പറയുന്നു. നമ്മുടെ ജോലിയാണത്, മറ്റുള്ളവരോട് പറയുക കർത്താവിനെക്കുറിച്ച്. അത് കർത്താവാണെന്ന് തിരിച്ച് കൊടുക്കണം, വെളിപ്പെടുത്തി കൊടുക്കണം. അപ്പോഴുണ്ട് പത്രോസ് ചാടിയെടുത്ത്. അവൻ ചാടി, അവൻ നീന്തി. ചാട്ടം എപ്പോഴും വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്, നീന്തൽ എപ്പോഴും പ്രാർത്ഥനയുടെ പ്രതീകമാണ്. അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിന്റെ ദൈവപൈതലെ നിന്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണം. അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞാൽ ദൈവപൈതലെ നിന്റെ പ്രാർത്ഥന നീ വർദ്ധിപ്പിക്കണം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി അപ്രതീക്ഷിതമായത് ചെയ്യുന്ന ആളാണ്. കർത്താവ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഞാനിത് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് സ്വർഗീയ വിരുന്നിനെക്കുറിച്ചാണ്. കർത്താവിടെ വിരുന്നൊരുക്കിയിരിക്കുകയാണ്. ഒരു തീക്കനലെ കൂട്ടി അവിടെ ചൂടപ്പവും ചുട്ട മീനും വെച്ചിങ്ങനെ കാത്തിരിക്കുകയാണ്. സ്വർഗീയ വിരുന്ന. നമ്മൾ ഈ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളുടെ പരാവാരങ്ങളെ നീന്തി അക്കരെ എത്തുമ്പോൾ സ്വർഗീയ വിരുന്നിനായി നമ്മളെ കാത്തിരിക്കുന്ന ആത്മമണാളൻ, അതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, വെളിപ്പാടിന്റെ പുസ്തകത്തിൽ 19:7 സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 19:9 സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ വിവാഹം. രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യതയിലേക്കുള്ള യാത്രയാണ്. ക്ലേശങ്ങളുടെ ജീവിത പാരാവാരത്തിലൂടെയാണ് വിശ്വാസി സഞ്ചരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അക്കരെ നിത്യതയിലെ കർത്താവ് നമ്മളെ കാത്തിരിക്കുന്നതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ്. അത് അവസാനിക്കണത് എങ്ങനെയാണെന്ന് ആദ്യം നീന്തിക്കയറിയവനോട് കർത്താവ് കുറേ വർത്തമാനങ്ങൾ പറയും. നീന്തിക്കയറുന്നത് നിസ്സാര കാര്യമല്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ 10 പേരും ചാടി നീന്തിക്കയറേണ്ടതായിരുന്നു. അവിടേക്കാണ് പ്രശ്നം വരുന്നത്. 10 പേരും ചാടി നീന്തിക്കയറേണ്ടതായിരുന്നു. പക്ഷേ പത്രോസ് കൂടുതൽ സ്നേഹമുള്ളവൻ ആദ്യം ചാടും. ഇറ്റ്സ് എ ഫാക്ട്. പക്ഷേ അതിൻ്റെ അവസാനം വരണേ എന്താണെന്നറിയാവോ? കർത്താവ് പറയും പത്രോസിനോട്,
നീ ഇഷ്ടം പോലെ ചാടി വന്നില്ലേ? ഇപ്പോൾ നിൻ്റെ ഇഷ്ടം പോലെ വെള്ളത്തിലോട്ട് ചാടി നീന്തി കയറി വന്നില്ലേ? അത് നീ ചെറുപ്പമായതുകൊണ്ടാണ്. നിനക്ക് പ്രായമാകുമ്പോൾ നീ ചെറുപ്പമായപ്പോഴും നീ സ്വന്തമായിട്ട് അരമുറുക്കി. എനിക്ക് ആ വചനം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറയണത്, പങ്കുവെക്കണത്. ഈശോ അവനോട് പറയണ വാക്ക് കേട്ടില്ലേ? എന്താ പറയണത്? ചെറുപ്പമായപ്പോൾ നീ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ സ്വന്തം എന്നുള്ള വാക്ക് അവിടെ ശരിക്കും നന്നായിട്ട് സൂചിച്ചു. ഇപ്പം ചില സമയത്ത് എന്നിട്ട് നീ പ്രായമാകുമ്പോൾ നീ കൈ നീട്ടും, മറ്റുള്ളവർ നിൻ്റെ അരമുറുക്കും. 21:18 വചനം, യോഹന്നാൻ്റെ സുവിശേഷം 21:18. മറ്റുള്ളവർ നിൻ്റെ അരമുറുക്കും. പിന്നെ എന്താ പറയണത്? നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് പ്രശ്നം, ഇഷ്ടമില്ലാത്ത ഇടം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഇടവും ഉണ്ടാകും, ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത ഇടവും ഉണ്ടാകും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ലൈഫ്. നല്ല ഗന്ധം എന്ന് ഞാൻ പറഞ്ഞില്ലേ? നല്ല ഗന്ധം, മോശം ഗന്ധം. അതുപോലെ തന്നെയാണ് ഇഷ്ടമുള്ള ഇടവും ഇഷ്ടമില്ലാത്ത ഇടവും. ഇഷ്ടമുള്ള വ്യക്തികളും ഇഷ്ടമില്ലാത്ത വ്യക്തികളും ഒരു കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാവും, ഇഷ്ടമില്ലാത്ത വ്യക്തികളുണ്ടാവും. അപ്പോൾ ഇഷ്ടമില്ലാത്ത വ്യക്തികളോട് ചിലർ ഇഷ്ടമില്ലാതെ തന്നെ പെരുമാറും. അതിനിപ്പോൾ യേശു ക്രിസ്തുവിനെ അറിയണമെന്നൊരു നിർബന്ധവുമില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. ഇഷ്ടമുള്ള ഇടമുണ്ടാകും, ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാകും, ഇഷ്ടമില്ലാത്ത വ്യക്തികളും ഉണ്ടാകും, ഒരു കുടുംബത്തിലുണ്ടാകും. നമ്മളെന്നാ ചെയ്യണത്? ഇഷ്ടമുള്ള വ്യക്തികളും ഇഷ്ടമുള്ള പെരുമാറും, മറ്റുള്ളവർ അവോയ്ഡ് ചെയ്ത് കളയും, മിണ്ടത്തില്ല. എന്നാ മിണ്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണം. എന്തിനാണ് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണം? നമ്മൾ ഉൾവലിഞ്ഞ് കളയും, പുറത്തേട്ട്. ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഉൾവലിയും. ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ. കർത്താവ് ഇഷ്ടമില്ലാത്ത ഇടം. അതെന്താ പ്രശ്നം? അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടത്തിന് ലോകരാജ്യമൊന്നും, നമുക്കിഷ്ടമില്ലാതെ എത്ത വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ നാമത്തെ സ്വീകരിക്കുമ്പോൾ ദൈവേഷ്ടമായി. ദൈവേഷ്ടത്തിന് ഭയങ്കര വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. അതായത് നമ്മുടെ ഇഷ്ടം എന്ന് പറയണതും നമുക്കിഷ്ടമില്ലാത്തത് യേശുവിൻ്റെ നാമത്തെ സ്വീകരിക്കുമ്പോൾ അത് ദൈവേഷ്ടമായി. ഇഷ്ടമില്ലാത്ത വ്യക്തികളുണ്ടാകും, ഇഷ്ടമില്ലാത്ത അയൽവാസികളുണ്ടാകും, ഇഷ്ടമില്ലാത്ത സഹപ്രവർത്തകരുണ്ടാകും. ഇതിപ്പോൾ നമ്മുടെ കുഴപ്പമായിരിക്കത്തില്ല, അവിടെ കുഴപ്പമായിരിക്കും. പക്ഷെ നമ്മളത് യേശുവിൻ്റെ നാമത്തിലാണ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിലാവും. ദൈവേഷ്ടമാണ് സ്വീകരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് തമ്പുരു, കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്, പുല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് റോഹൻ, മകൾ രുത്വി. ഞാൻ 2023 ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. 2020 തൊട്ടേ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ പ്രാർത്ഥന തന്നെയാണ്. ഇന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഇത് 2ാമത്തെ സാക്ഷ്യമാണ് എൻ്റെത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നിയോഗത്തിൽ വെച്ച ഒരു കാര്യമല്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായൊരു സാഹചര്യത്തെ പറ്റിയിട്ടാണ്. ഹസ്ബൻഡ് ഒരു എഞ്ചിനീയറാണ്, 5 വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. ആൾ അത്യാവശ്യം ലോയും കാര്യങ്ങളും എല്ലാം നോക്കി തന്നെ ജീവിക്കുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ ആഴ്ച ആൾ നാട്ടിലോട്ട് വരുന്ന 2 ദിവസം മുമ്പിട്ട് ഒരു പോലീസ് കേസിൽ അകപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. ഞാനൊരു ലോയറാണ്, എനിക്കറിയാം ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി മാത്രമേ നമുക്ക്, ഒരുപാട് ലാഗായിരിക്കും. പ്രത്യേകിച്ച് ദുബായ് പോലത്തെ ഒരു കൺട്രിയിലൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് ലാഗായിരിക്കും. ഹിയറിംഗ് ഡേറ്റ് കിട്ടാനായാലും, ഓരോ ഹിയറിംഗ് ഡേറ്റ് കിട്ടാനായാലും, നമ്മൾ ഓരോ സബ്മിഷൻസ്, ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എല്ലാത്തിനും ഡേറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതും ഇത് നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് ശേഷം, ഒരാഴ്ച കഴിഞ്ഞിട്ട് ദുബായിൽ നാഷണൽ ഹോളിഡേയ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഒരാഴ്ച കൊണ്ട് ദൈവമേ എങ്ങനെ സംഭവിക്കും, എങ്ങനെ എല്ലാം ശരിയാവുന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു.
അയാളൊരു ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ അന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രിങ്ക് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് പോലീസ് ഇങ്ങനെ പിടിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സിനെ അവരപ്പോൾ തന്നെ പറഞ്ഞു വിട്ടു. ആൾ ജസ്റ്റ് ഒന്ന് കമ്പനിക്ക് മാത്രം പോയതാണ്, പക്ഷേ ആളെ മാത്രം പിടിച്ചു. പിറ്റേന്നാണ് ഞാനത് അറിയുന്നത്. ആൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനൊരു കേസിലായിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലാണ്. അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും എൻ്റെ ലോയേഴ്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് എനിക്ക് ചെയ്യാമായിരുന്നു. നാട്ടിലായതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ അമ്മമാതനെ മുറുക്കി പിടിച്ചു. എനിക്കറിയില്ല എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ ഉടനെ ആൾ പറഞ്ഞു ഇങ്ങനെയാണ്, ഇന്ന് പോലീസ് സ്റ്റേഷനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആളുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം സൺഡേ ആണ് ആളെ പിടിക്കണത്. സൺഡേ നമുക്ക് ദുബായിൽ ഒന്നും വർക്കിംഗ് അല്ല. കോർട്ടായാലും പോലീസ് സ്റ്റേഷൻ ആയാലും ഒന്നും മൂവ് ചെയ്യത്തില്ല. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ ഒന്നും മൂവ് ആവത്തില്ലായിരുന്നു. ആ സമയത്ത് സൺഡേ ആൾ ഫുൾ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരുന്നു. പിറ്റേന്ന് തിങ്കളാഴ്ചയായി, കേസ് രജിസ്റ്റർ ആവുന്നില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, അത് കേസ് രജിസ്റ്റർ ആവാതെ എങ്ങനെയെങ്കിലും ഒന്നാളെ വിടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് കേസ് എന്തായാലും രജിസ്റ്റർ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. തിങ്കളാഴ്ച അങ്ങനെ പോയി. ചൊവ്വാഴ്ച കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് ആളുടെ കമ്പനിയിൽ നിന്ന് തന്നെ ബെയിൽ അപ്ലൈ ചെയ്തു. ബെയിലിന് അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ നോക്കിയപ്പം ബെയിലിൻ്റെ ഡേറ്റ് നിൽക്കുന്നത് ഈ നാഷണൽ ഹോളിഡേയ്സിന് ശേഷമാണ്. December 3 കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ബെയിൽ പോലും മൂവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണല്ലോ, എന്താ ചെയ്യേണ്ടത്? കാര്യം നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഉടമ്പടി പുതുക്കാനും സാക്ഷ്യം പറയാനും മറ്റ് നിയോഗങ്ങളിൽ സാക്ഷ്യം പറയാനും ഒക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആൾ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ബെയിലിൻ്റെ ഡേറ്റ് കിട്ടി. അപ്പം ഞാനും എൻ്റെ അമ്മയും ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കണം, മാതാവ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എനിക്കൊന്നും അറിയത്തില്ല. കാര്യം വിശ്വാസമുണ്ട്, എൻ്റെ അമ്മ മാതാവ് രക്ഷിക്കുന്ന എനിക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും, ആരായിരിക്കും ചെല്ലുന്നത് ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, തമ്പുരു, നിനക്ക് മാതാവ് ബെയിലിൻ്റെ ഡേറ്റ് നീ നോക്കണ്ട, നിനക്ക് ചിലപ്പം ഹിയറിങ്ങിൻ്റെ ഡേറ്റും ജഡ്ജ്മെൻറ്റും പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു. പക്ഷെ ഞാനത് അമ്മ പറഞ്ഞപ്പോഴും ഇത് വെറുതെ ആയിരിക്കും. കാര്യം എനിക്കറിയാം, ഒരു ലോയർ എന്ന നിലയിൽ എനിക്കറിയാം, ഒരിക്കലും ഹിയറിംഗ് ഡേറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പിറ്റേന്ന് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്ത് ചിലപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും നമുക്ക് ഡേറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ആയിരിക്കും ഡേറ്റ് കിട്ടുന്നത്. ഇത് എന്നാണോ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഹിയറിംഗ് ഡേറ്റ് കിട്ടി. ആളിനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ തന്നെ എനിക്ക് വിളിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആളിനെ വിളിച്ച് പറഞ്ഞു, നമ്മുടെ ഹിയറിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് ജഡ്ജ്മെൻറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഒരുപാട് തടസ്സങ്ങളായിരുന്നു. പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല. കാര്യം ചെറിയൊരു ഫൈൻ വന്നു. അപ്പോഴും ജഡ്ജ്മെൻറ്റ് ലേറ്റായി. അപ്പം ജഡ്ജ്മെൻറ്റ് വന്നു എന്ന് അവിടെ കമ്പനി ത്രൂ അറിഞ്ഞപ്പോഴത്തേക്കും ജഡ്ജ്മെൻറ്റ് കണ്ടു. പക്ഷെ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ട് എൻ്റെ കോപ്പി വന്നിട്ടില്ല. അപ്പോൾ കോപ്പി വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ആളുടെ ഒരു ഓഫീസിലെ ഒരു ആൾ വഴിയിട്ട് പോലീസ് അന്വേഷിപ്പം പറഞ്ഞതാണ്. ജസ്റ്റ് ഒരു ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൻ്റെ കോപ്പിയോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ കോപ്പി കിട്ടിയില്ല, നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനോ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇതിനൊക്കെ മുമ്പിട്ട് ആളെ പിടിച്ചതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ മനസ്സ് അത്രത്തോളം വിഷമിക്കുന്ന സമയത്ത് ഞാൻ തിങ്കളാഴ്ച രാവിലെ ഞാനിങ്ങനെ യൂട്യൂബിൽ കയറി ഇവിടുത്തെ ഇവിടുത്തെ പ്രെയർ കൂടാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി. ഇപ്പം ജോമോൾ ടെസ്റ്ററിൻ്റെ ഒരു പ്രെയർ ഇങ്ങനെ കണ്ടപ്പം അതിനകത്തൊരു വചനം എനിക്ക് കിട്ടി. പുറപ്പാട് 33:17, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്തു തരും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നന്നായി അറിയാം. അപ്പം ഈ വചനം വെച്ചിട്ടാണ് ഞാൻ ഫുൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഫുൾ എഴുതി ഞാൻ 100 വട്ടം ഇതിനെ എഴുതിയൊക്കെ ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ തേഴ്സ്ഡേ ആയപ്പം ഞാൻ ഈ വചനം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. ഞാൻ എഴുതിയിട്ടു, ഈ സെയിം വചനം ഇട്ടു. ഞാൻ നോക്കി, അപ്പം വെള്ളിയാഴ്ചയായി. ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ നാഷണൽ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൾക്ക് ഇറങ്ങാൻ പറ്റുമോ ഇല്ലെന്ന് ഒരു ഇതുമില്ല. ഞാൻ നോക്കി, വെള്ളിയാഴ്ച രാവിലെ 5:30 ആയപ്പോൾ ഞാൻ പ്രെയറിന് കയറി. ഞാനും അമ്മയും പ്രെയറിന് കയറിയ സമയത്ത് ഞാൻ മനസ്സിലിങ്ങനെ ഉണ്ട്, ദൈവമേ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ തരുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കറക്റ്റായിട്ട് ഈ വചനം തന്നെ ജോസഫ് അച്ഛൻ അന്ന് വെള്ളിയാഴ്ച രാവിലെ പറയുകയാണ്. ഈ കറക്റ്റ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാഴ്ച കൊണ്ട് സിസ്റ്റർ പറഞ്ഞ ആ സെയിം വചനം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വചനം തന്നെ അച്ഛൻ 5:30 വെള്ളിയാഴ്ച രാവിലെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ആൾ ഇന്ന് തന്നെ ഇറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങൾ ജമാലെല്ലാം ചൊല്ലി, ബൈബിളെല്ലാം വായിച്ച് വചനം എല്ലാം ചൊല്ലി തന്നെ ഇരുന്നു. വെള്ളിയാഴ്ച എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല,
എന്തുവാണെന്ന് ജഡ്ജ്മെൻറ്റ് കിട്ടിയോ, പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുമോ, പേയ്മെൻറ്റ് അടയ്ക്കാനൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. കാര്യം പേയ്മെൻറ്റ് വരുന്നില്ല, അതാണ് ഇതാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഫുൾ നെഗറ്റീവ് മാത്രമായിരുന്നു. എന്നെ അവിടെ നിന്ന് എല്ലാവരും വിളിച്ച് പറഞ്ഞു. അപ്പോഴും ഞാൻ എല്ലാവരോടും പറയും കുഴപ്പമില്ല, ദൈവം നോക്കിക്കോളും, ദൈവം നോക്കിക്കോളും, മാതാവ് നോക്കിക്കോളും എന്ന് മാത്രം ഞാൻ പറഞ്ഞിരിക്കുമായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് മാതാവിൽ മാത്രം ഫുൾ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. വെള്ളിയാഴ്ച എനിക്കറിയില്ല എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ആള് ഒരു 7:25 ഒക്കെ 7:45 ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് അയച്ചു, ഇറങ്ങിയെന്ന് പറഞ്ഞയച്ചു. ദുബായിൽ ഒരു കാരണവശാലും ഒരാഴ്ചക്കുള്ളിൽ ഹിയറിംഗ് ഡേറ്റോ, പ്രത്യേകിച്ച് ഹോളിഡേയ്സുള്ള സമയത്ത് നെറ്റൊക്കെ ഭയങ്കര, സിസ്റ്റമൊക്കെ ഭയങ്കര ഡൗൺ ആണ്. ആ സമയത്ത് തന്നെ 1 വീക്കിനകം ഹിയറിംഗ് ഡേറ്റും ജഡ്ജ്മെൻറ്റും എല്ലാം കഴിഞ്ഞ് ആൾ കൃത്യമായിട്ട് ഇറങ്ങി. ഇപ്പം നാട്ടിൽ വന്നു. ഞങ്ങൾക്കിത് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും സംഭവിക്കുന്നു. മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു. ഇതിനിടയ്ക്കും എനിക്ക് മെഴുതിരിയിലാണെങ്കിൽ ഞങ്ങൾക്ക് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വരുന്ന ഹിസ്റ്ററി കാണിച്ചു, അത് തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ഭാഗ്യമായിരുന്നു. ഇത് തീർച്ചയായിട്ടും അമ്മയുടെ ഒരു വലിയ ഇടപെടലായിരുന്നു. പിന്നെ ഹസ്ബൻഡാണെങ്കിലും ഈ ഉടമ്പടി എടുത്തിട്ടാണ് ദുബായിലേക്ക് 3 മാസം മുമ്പ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ തൽക്കാലം ഇപ്പോൾ ഉടമ്പടി പുതുക്കുന്നില്ല, ഞാൻ ജനുവരി ആകുമ്പോൾ പുതുക്കിക്കോളാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ, ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. കാര്യം ഞാനങ്ങനെ ഒരാളെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് ഒരിക്കലും വേണ്ട, ആൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ എടുത്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ആ സമയത്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, ആൾ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, തമ്പുരു ഞാൻ ഉടമ്പടി പുതുക്കിക്കോളാം എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. എനിക്ക് എനിക്കെന്താ ഒരു ഭയങ്കര സന്തോഷമായി. കാര്യം ആൾക്ക് ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ ആണെങ്കിലും ആൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഉടമ്പടി പുതുക്കിക്കോളാം. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ആളെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാനുള്ള അമ്മയുടെ വലിയൊരു ഇടപെടൽ മാത്രമായിരുന്നു ഇത്. അല്ലെങ്കിൽ ആൾ ഈ സമയത്ത് എന്നോട് ഇന്ന് വരുമ്പം, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വരുന്ന സമയത്തും ആൾ ഉടമ്പടി പുതുക്കില്ലായിരുന്നു. പക്ഷെ ഉടമ്പടി പുതുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. രണ്ടാമതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിയോഗത്തിൽ വെച്ചൊരു കാര്യമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണം എന്നുള്ളത് കാര്യം. ഒരു 1.5 വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഞങ്ങൾ അങ്ങനെ വേണ്ട അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ ഒരു 1.5 വർഷമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കുഞ്ഞുങ്ങൾ ഒന്നും ആയില്ല. ആ സമയത്തും ഞങ്ങൾ ഹിന്ദുസാണ്. അപ്പം ഞാൻ 2020 തൊട്ട് ഞാൻ പൂർണ്ണമായിട്ട് അമ്മയിൽ തന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണ്. 2023 കല്യാണം. ആ സമയത്ത് ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവാൻ ലേറ്റ് ആകും എന്ന് കണ്ടു. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മേ ഞാൻ കഴിഞ്ഞ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ നിയോഗമാണ് ആദ്യമായിട്ട് ഞാൻ വെച്ചേക്കുന്നത്. അമ്മ എനിക്ക് ഈ പ്രാവശ്യം എന്താണെങ്കിലും എനിക്ക് കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, സെപ്റ്റംബർ 31 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിനപ്പം ഞാൻ 30 ഡേറ്റോട് പ്രാർത്ഥിച്ചത്. പക്ഷെ ഞാൻ അറിയുന്നത്, ഞാൻ നാട്ടിലേക്ക് വന്ന് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുന്ന ഒരു സമയത്ത്, കഴിഞ്ഞ വർഷം ജപമാലയുടെ റാലി 2024 ജപമാല റാലിയുടെ തൊട്ട് തലേ ദിവസം ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു. ഞാൻ അറിയുന്നു മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ അന്ന് പോസിറ്റീവായിട്ട് കണ്ടു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ആ സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ടായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. മാതാവ് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് അമ്മയുടെ യേശുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെന്ന് കുഞ്ഞാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നീട് പറയാനുള്ളത്, ഞാനൊരു ലോയറാണ്. അപ്പം ഞാൻ ദുബായിലാണ് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ദുബായിലായിരുന്നു. അപ്പം ഞാൻ നാട്ടിലെ പ്രാക്ടീസ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ദുബായിലേക്ക് പോയത്. അപ്പം ഞാൻ ഇവിടെ കോർട്ടുമായിട്ടൊന്നും അങ്ങനെ വലിയ കണക്ഷനോ അല്ലെങ്കിൽ ഓഫീസായിട്ടൊന്നും വലിയ കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സബ്മിഷൻ ചെയ്യാനുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ സബ്മിഷന് വേണ്ടിയിട്ട് ഈ ഒക്ടോബർ മാസം കോടതി പോകുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. അപ്പം അവിടെ ചെന്നപ്പോൾ ഒരു ക്ലർക്ക് എന്നോട് ചോദിക്കുകയാണ്, വക്കീൽ ഈ കാര്യം ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ചെയ്തില്ലെങ്കിൽ ഇനി നമുക്ക് നിങ്ങളെയൊക്കെ എടുത്ത് കളയും. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ നാട്ടിൽ വർക്ക് ചെയ്യാതെ UK-യിലും കാനഡയിലും ദുബായിലൊക്കെ പോയി അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നവരെ ഈ പ്രാക്ടീസിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ബാർ കൗൺസിലിൻ്റെ ഒരു ഡിസിഷനാണിതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാര്യം എൻ്റെ മെസ്സേജൊക്കെ എൻ്റെ ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഞാൻ കാണുന്നില്ല. എൻ്റെ അമ്മാതാവ് ആ ഒക്ടോബർ മാസം ആ ദിവസം തന്നെ അവിടെ എത്തിച്ചു. ഞാൻ ആ ചേച്ചിയുടെ വായെന്ന് അറിയാൻ എനിക്ക് സാഹചര്യം ഉണ്ടായി. അപ്പോഴും എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനതെല്ലാം മാതാവ് കറക്റ്റ് സമയത്ത് എന്നെ അത് അറിയിച്ചു. എനിക്കത് ചെയ്യാൻ പറ്റി.
അപ്പം COP എനിക്ക് അമ്മ തന്നെ വാങ്ങിച്ചെന്ന്. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കഴിയുമ്പം അങ്ങ് ഒന്നും അറിയാതെ ഞാനങ്ങ് പിന്നെയും ദുബായിലേക്ക് പോവും. എന്നെ ഇവിടുന്ന് പ്രാക്ടീസിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. കാര്യം എൻ്റെ ഓഫീസിലെ ആൾക്കാർ വിചാരിച്ചു ഞാൻ ഇനി തിരിച്ച് പ്രാക്ടീസിന് വരുന്നില്ല എന്നുള്ള കാര്യം. അപ്പം നമ്മൾ എന്നാലും ദുബായിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്തായാലും ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്തായാലും വേണം. അപ്പം അതും അമ്മ എന്നെ കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചു. ആരും പറഞ്ഞു കേട്ടോ ഒന്നും പോയതല്ല, അമ്മ തന്നെ എന്നെ അവിടെ പുഷ് ചെയ്ത് അവിടെ എത്തിച്ചു. അത് ആ ചേച്ചിയുടെ വായിന്ന് അറിയാൻ പറ്റി, എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്കത് കിട്ടി. അത് അമ്മയുടെ വലിയൊരു ഇടപെടലായിരുന്നു. പിന്നെ ഡെലിവറി സമയത്ത്, പ്രഗ്നൻസി സമയത്ത് 5ാം മാസം സെർവിക്സ് 2.4 ആയിട്ട് 5th മന്തിൽ കണ്ടു. അപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു. ആ സമയം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 5th മന്തിൽ പോയപ്പം സെർവിക്സ് 2.4 ആണെന്ന് പറഞ്ഞു. 2.5 ആണ് നമുക്ക് മിനിമം വേണ്ടുന്നത്. എന്നാൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ഇടും. 2.4 ഒക്കെ ആകുമ്പോൾ സ്റ്റിച്ച് ഇടും, നമ്മൾ കിടക്കേണ്ടി വരും. ഫുൾ ഇനി അങ്ങോട്ടുള്ള ഫുൾ മന്ത്സ് കിടക്കേണ്ടി വരും. അപ്പം ഞാൻ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ടാബ്ലറ്റ് തരാം, ഇത് ഉള്ളിൽ വെച്ച് നോക്ക്, ചിലപ്പം നമുക്ക് ഓക്കെ ആകുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനിത് വെക്കത്തില്ല, ഞാൻ ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യത്തില്ല, എനിക്ക് പേടിയാണ് യൂസ് ചെയ്യാൻ. ഞാൻ അമ്മയുടെ ഉപ്പും തേനും തൈലവും മാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. 3 days കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇതെന്താ, ഞാൻ 2 കാര്യമാണ് പ്രാർത്ഥിച്ചത്. മാതാവേ എൻ്റെ സെർവിക്സ് ക്ലോസ്ഡ് ആയിരിക്കണേ, അതുപോലെ തന്നെ 3 point something എനിക്ക് വരണേന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ആ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാണ്, എന്താ പ്രശ്നമൊന്നുമില്ലോ, സെർവിക്സ് ക്ലോസ്ഡ് ആണ്, അതുപോലെ തന്നെ 3.8 ഉണ്ടെന്ന് പറഞ്ഞു. അത് വലിയൊരു മിറക്കിളായിരുന്നു. കാര്യം 2.4 3.8 ആയിട്ട് 3 days മാറ്റി. ഇല്ലെങ്കിൽ എന്നെ ആ ഡോക്ടർ അപ്പം തന്നെ സ്റ്റിച്ച് ഇട്ടിട്ട് അവിടെ കിടത്തിയിട്ട് പിന്നെ അങ്ങനെ ഫുൾ നമ്മൾ ആ ഒരു പ്രഗ്നൻസിൽ ഫുൾ സ്റ്റിച്ചിട്ട് തന്നെ വീട്ടിൽ കിടക്കേണ്ടി വന്നേനെ. അതിൽ നിന്ന് അമ്മ മാതാവ് എന്നെ ഭയങ്കരമായിട്ടും രക്ഷപ്പെടുത്തി. ഞാൻ വലിയൊരു അനുഗ്രഹമായിരുന്നു. കാര്യം എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും പറഞ്ഞു നടക്കത്തില്ല, കാര്യം എങ്ങനെയാണ് 2.4 എങ്ങനെയാണ് ഇത്രയും കൂടിയൊക്കെ ചെയ്യുന്നത് വെച്ചു. പക്ഷെ ഞാൻ ഉറച്ച് പ്രാർത്ഥിച്ചു, ഞാനും അമ്മയെ ഉറച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3.8 ആയിട്ട് കൂട്ടി തന്നു. അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു സുഖപ്രസവം തരണേ, കാര്യം എനിക്ക് ഓപ്പറേഷൻ പേടിയാണ്, എനിക്ക് വേണ്ട, എനിക്ക് പ്രസവം തന്നെ മതിയെന്ന് ഞാൻ ഉറച്ച് പ്രാർത്ഥിച്ചു. 40 weeks എൻ്റെ ഡോക്ടറാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു, എങ്ങനെയെങ്കിലും നോർമൽ ഡെലിവറി ആകാൻ വെയിറ്റ് ചെയ്തിരുന്നു. 40 weeks വരെ പോയി. 40 weeksൻ്റെ ലാസ്റ്റ് ഡേയുടെ തൊട്ട് തലേ ദിവസം എൻ്റെ കൂടെ ഒന്ന് എല്ലാവരും ഡെലിവറിയായി പോവുകയാണ്. ഞാൻ മാത്രം ഇങ്ങനെ കിടക്കുകയാണ്. പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ടും പെയിനും വരുന്നില്ല, ഒന്നും വരുന്നില്ല. സിസ്റ്റേഴ്സ് എല്ലാം ഒരുമാതിരി ചോദിക്കുകയാണ്, കുട്ടിയുടെ മാത്രം ഒന്നും ആവണില്ലോ എന്നുള്ളത്. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അമ്മയുടെ മകളായിരുന്നിട്ട് എന്നെ മാത്രം എന്താണ് ഇങ്ങനെ ഇട്ടേക്കണത്, എനിക്കൊന്നും പെയിനും വരുന്നില്ല, എൻ്റെ അടുത്തൊന്നും പറയുന്നതും ഇല്ല, ഒന്നും ചെയ്യണമില്ല. അങ്ങനെ എൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം റൂമിൽ പൊയ്ക്കോളൂ, എന്നിട്ട് നമുക്ക് പിറ്റേന്ന് നോക്കാം, പിറ്റേന്ന് നമുക്ക് ഒന്നെങ്കിൽ നോർമലാണെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ഞാനന്ന് തലേന്ന് രാത്രി ആ ദിവസം അന്ന് അങ്ങ് റൂമിൽ പോയി, ഹോസ്പിറ്റലിൽ തന്നെ റൂമിൽ ചെന്ന് രാത്രി ഇത് ലേബർ പെയിൻ ആണോ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആ ഉറക്കത്തിൽ ഒരു മയക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മയക്കത്തിൽ എൻ്റെ എത്രയോ നേരം നീണ്ടു നിൽക്കേണ്ട ഡെലിവറി പെയിൻ, ആ ലേബർ പെയിൻ എനിക്ക് അങ്ങനെ കഴിഞ്ഞ് കിട്ടി. ജസ്റ്റ് 1.5 hour ഞാൻ എന്താണോ പ്രാർത്ഥിച്ചെന്ന് പറയും, അത് എനിക്ക് ഓടിപ്പോയിട്ട് പ്രസവിക്കണം, എനിക്കങ്ങനെ ഒരുപാട് വേദന അനുഭവിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാനൊരു 1.5 hour ഒരു ലേബർ മാത്രമേ എനിക്ക് ഓപ്പറേഷൻ ലേബർ റൂമിൽ ഇരിക്കേണ്ടി വന്നുള്ളൂ. കാര്യം 1.5 മണിക്കൂറിനകം തന്നെ വളരെ സെർവിക്സ് ഓപ്പണേ അല്ലായിരുന്നു എൻ്റെ. അവർ പെട്ടെന്ന് തന്നെ 4 centimeter ആയി 6 centimeter ആയി അങ്ങനെ വേഗം തന്നെ ഡെലിവറി ചെയ്യാൻ 1.5 hour തന്നെ എനിക്ക് ഒത്തിരി പെയിനും തരാതെ തന്നെ അമ്മ മാതാവ് എനിക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞിന് തന്നെ അനുഗ്രഹിച്ചു. അതും വലിയൊരു മിറക്കിളാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ സാലറി ഇൻക്രിമെൻറ്റിൻ്റെ കാര്യമാണ്, അത് ആൾ തന്നെ പറയുന്നതാണ്. ഞാൻ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ദുബൈയിൽ വർക്ക് ചെയ്യുകയാണ്, എൻജിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു 2.5 കൊല്ലത്തിന് മുന്നേ ഒരു ജോലി കിട്ടിയിരുന്നു. അത് ചെറിയ സാലറിയിലായിരുന്നു. ഞാൻ കഴിഞ്ഞ 3 മാസത്തിന് മുന്നേ ഇവിടെ വന്നിട്ടൊരു ഉടമ്പടി എടുത്തിരുന്നു. അതിനകത്തിൽ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ സാലറിയെ പറ്റിയിട്ടായിരുന്നു. അതിനകത്തിൽ ഞാൻ എന്തെഴുതിയോ അതേ സെയിം വാല്യൂ തന്നെ എനിക്ക് സാലറി ഇൻക്രിമെൻറ്റ് വന്നപ്പോൾ ഏകദേശം 50% എൻ്റെ സാലറി കൂട്ടി.
അതും ഈ ജോലി കിട്ടിയതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യപ്പെടുത്തിയതാണ്. അമ്മമാതാവ് കൊടുത്ത ജോലിയാണ് ഞങ്ങൾക്ക്. കാരണം ആൾക്ക് ദുബായ് പോയ സമയത്ത് ആദ്യമൊന്നും ജോലി ഉണ്ട്, പക്ഷെ സാലറി ഭയങ്കര കുറവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ മാതാവ് കൊടുത്ത ഈ ജോലിയിലാണ് ഇത്രയും ഇപ്പം സാലറി കൂടി കിട്ടിയത്. അതും അമ്മമാതിൻ്റെ വലിയൊരു ഇടപെടലാണ്. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ പറ്റി. ഇപ്പോൾ ബൈബിളൊക്കെ ഒരുപാട് വായിക്കണം, ഒരുപാട് സമയം കണ്ടെത്തി വായിക്കാൻ തുടങ്ങി. ജപമാലയാണെങ്കിലും ഒരു ജപമാലയെങ്കിലും ഒരു ദിവസം ചൊല്ലാൻ മാക്സിമം മിനിമം ഒരു ജപമാലയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. ഒക്ടോബർ മാസം എത്രത്തോളം ജപമാല ചൊല്ലിയെന്ന് എനിക്കറിയില്ല, അത്രത്തോളം ജപമാല അർപ്പിക്കാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്ന പത്രം ഇവിടുന്ന് ഞങ്ങൾ 5 കെട്ട് പത്രമോ 6 കെട്ട് പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പോവും. ഞാൻ ഓരോ പത്രത്തിനകത്തും തൈലം പൂശി വചനങ്ങൾ എഴുതിയാണ് ഞാൻ ഓരോരുത്തരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയാണ്. അമ്മമാതാവിൻ്റെ മകളാ എന്നും ജീവിക്കണമൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ഒരു വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ ടെൻഷനേ ഇല്ല. കാരണം ഇവിടെ ആരോ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ടെൻഷനുണ്ട്, വലിയ വലിയ കാര്യം വരുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. കാര്യം എനിക്ക് ഉറപ്പാണ് അമ്മമാതാവ് എങ്ങനെയെങ്കിലും അത് ഇടപെട്ട് എനിക്കിത് ശരിയാക്കി തരും എന്നുള്ളത്. ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മമാതാവിന് തിരുക്കുമാരൻ ഒരു നന്ദി പറയാണ്.